അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ആകുന്നതോ എന്തെങ്കിലുമൊക്കെ നേടുന്നതോ ആണോ നമ്മുടെ ലക്ഷ്യം? ലോകം മുഴുവൻ നേടിയ അലക്സാണ്ടർ ചക്രവർത്തിയുടെ നിരാശ നിറഞ്ഞ വാക്കുകൾ തൻ്റെ അടുത്ത സ്നേഹിതരോട് പറഞ്ഞത് ലോകം മുഴുവൻ അറിഞ്ഞതാണ്. തൻ്റെ മരണത്തിന് വളരെ നാൾ മുമ്പേ തനിക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു എന്ന ഒരു വാർത്തയും പ്രസിദ്ധമാണ്. ഏകദേശം 33 വയസ്സുള്ളവനായി അലക്സാണ്ടർ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ അവന് നേട്ടമായിട്ടുണ്ടായിരുന്നത് അനേകം രാജ്യങ്ങളിലെ പട്ടാളക്കാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു എന്നത് മാത്രമായിരുന്നു. അവൻ ലോകം മുഴുവൻ നേടി. എന്നാൽ അതെല്ലാം അവൻ്റെ മരണസമയത്ത് അവനെ നോക്കി പരിഹസിച്ച് കാണും. ഇക്കാരണം അതൊന്നും അവനെ സ്വന്തമാക്കുവാൻ കഴിയുന്നതല്ല. എന്നാൽ അവൻ്റെ തന്നെ പ്രായമുള്ള തച്ചൻ്റെ മകൻ എന്ന് അറിയപ്പെട്ടിരുന്ന നസറേയനായ കർത്താവായ യേശു ക്രിസ്തു 33.5 വയസ്സിൽ റോമൻ പടയാളികളാൽ ക്രൂശിക്കപ്പെട്ട് കണ്ടാൽ ആളില്ല എന്ന് തോന്നുമാറ് വിരൂപനാക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റു. അവൻ ഒരു കഴിവുമില്ലാത്തവനെ പോലെ അർദ്ധനഗ്നനായി ഗോൽഗോത്താ കുന്നിൽ ക്രൂശിൽ അതികഠിന വേദനയാൽ മനുഷ്യൻ്റെ പാപവും ശാപവും ചുമന്നുകൊണ്ട് കിടക്കുമ്പോൾ തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരിൽ മാനസാന്തരപ്പെട്ട കള്ളനോട് പറയുകയാണ്, എന്നെ ഓർക്കണമേ എന്ന കള്ളൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും എന്ന് സത്യമായി ഞാൻ പറയുന്നു. വളരെ പ്രത്യാശയോടെ ധൈര്യത്തോടെ, അതെ, അവനറിയാം അവൻ ആരാണെന്നും അവൻ്റെ ദൗത്യം എന്താണെന്നും അവനാവശ്യമായിരുന്നത് എന്താണെന്നും അവനറിയാം. സാത്താൻ യേശുവിനെ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളെയും അതിൻ്റെ മഹത്വത്തെയും ക്ഷണനേരം കൊണ്ടാണ് കാണിച്ചത്. എന്നിട്ട് അവൻ പറഞ്ഞു, നീ എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിൻ്റേതാകും എന്ന്. ഇതെല്ലാം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് സാത്താൻ യേശുവിനോട് പറഞ്ഞത്. യേശുവിന് തന്നോട് സംസാരിക്കുന്നവനെ വ്യക്തമായി മനസ്സിലായി. യേശു സാത്താനെ ശാസിച്ചു. അവനെ പിടിച്ച് രാജാവാക്കുവാൻ അനേകർ വന്നു. യേശു അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. തന്നെയുമല്ല, യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന്. ഈ ഭൂമിയിലുള്ള യാതൊന്നും യേശു സ്വന്തമാക്കിയില്ല. കാരണം ലോകത്തെയും അതിൻ്റെ മോഹത്തെയും പിടിച്ചടക്കുവാനല്ല യേശു വന്നത്, പിന്നെയോ കാണാതെ പോയ, പാപത്താൽ ദൈവത്തിൽ നിന്നും അകന്നു പോയ പാപികളെ അന്വേഷിച്ച് കണ്ടെത്തുവാനാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. ആകയാൽ യേശു ലോകത്തെ സ്നേഹിച്ചില്ല എന്ന് തന്നെയുമല്ല, ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്, സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ എന്ന് ശിഷ്യന്മാരോട് യേശു പറയുകയും ചെയ്തു. നാം സർവ്വലോകവും നേടിയാലും അലക്സാണ്ടർ ചക്രവർത്തിയെപ്പോലെ ഒഴിഞ്ഞ കൈകളുമായി നാം ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടും. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ കൂടെ നാം വെട്ടിപ്പിടിച്ചതും ഒഴിഞ്ഞു പോകും. എന്നാൽ യേശു തൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിച്ചതുപോലെ നാം യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് യേശുവിൻ്റെ സ്നേഹത്തിൽ വസിച്ചാൽ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോയാലും ദൈവേഷ്ടം ചെയ്യുന്ന നാം എന്നേക്കും ജീവിക്കും. സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയോട് മദ്യം കുടിച്ച് സുബോധം നഷ്ടപ്പെട്ട ഒരു വ്യക്തി ചോദിച്ചു, ഗാന്ധിജി ഇപ്പോൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന്. സുവിശേഷകൻ അതിന് കൊടുത്ത മറുപടി പ്രകാരമായിരുന്നു, ഗാന്ധിജി ഇപ്പോൾ നരകത്തിലോ സ്വർഗത്തിലോ എന്ന് എനിക്കറിയില്ല. എന്നാൽ നീ ഇപ്രകാരം മദ്യം കഴിച്ച് അലഞ്ഞു നടന്നാൽ നരകത്തിൽ പോകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അലക്സാണ്ടർ ചക്രവർത്തി ഇപ്പോൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് നമുക്കറിയില്ല. എന്നാൽ അലക്സാണ്ടറെ പോലെ നാം ലോകം മുഴുവൻ നേടുകയും നമ്മുടെ ആത്മാവിനെ നേടാതിരിക്കുകയും ചെയ്താൽ നിത്യനരകത്തിലേക്ക് നാം പോകേണ്ടി വരും. ഇന്ന് നാം നമ്മുടെ ആത്മാവിനെ നേടുവാൻ വലിയ അധ്വാനമൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. യേശുവിനോട് നാം നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ജലത്തിൽ സ്നാനം മുങ്ങി ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് ബൈബിൾ വായിക്കുകയും അനുസരിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന സകല കാര്യവും അനുസരിക്കുകയും ചെയ്താൽ
അനുസരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് വസിക്കുകയും അവൻ നമ്മെ പാപത്തിൽ വീഴാതെ കാക്കുകയും നമ്മെ ദൈവരാജ്യത്തിൽ ചേർക്കുകയും ചെയ്യും. ഓർക്കുക, നാം നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് വില കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ സാധ്യമാക്കി കഴിഞ്ഞു. ഇനി നാം അത് അംഗീകരിക്കുക മാത്രം ചെയ്താൽ മതി. ദൈവമൊരുക്കിയ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ കടന്നു പോകരുത്. കാരണം യേശു തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരികയും അവൻ ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുകയും ചെയ്യും. ആകയാൽ ഈ ലോകത്തിൽ ദൈവം തരാത്ത ഒന്നിനു വേണ്ടിയും യുദ്ധം ചെയ്യാതെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങേ തിരിച്ചറിയാതിരിക്കുന്നെങ്കിൽ തിരിച്ചറിയുവാൻ തക്ക ഹൃദയം അങ്ങ് അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. വിവാഹപ്രായമായ എല്ലാ പ്രിയപ്പെട്ടവർക്കും തക്കതായ തുണകളെ നൽകി കൊടുത്ത് സഹായിക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.